എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെഡിക്യൂറിൻ്റെ വീഡിയോ ആണ്. ഒരു ഫുഡ് വൈറ്റനിങ് പെഡിക്യൂറാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ലോക്ക്ഡൗൺ ടൈമിൽ മാരേജൊക്കെ ഉള്ളവർക്കൊന്നും പുറത്ത് പോയി ഒരു പാർലറിൽ പോയി ഒരു പെഡിക്യൂറൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പം അങ്ങനെയുള്ളവർക്കും അല്ലാണ്ട് വീട്ടിൽ നിന്ന് പെഡിക്യൂറൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു യൂസ്ഫുൾ വീഡിയോ ആണിത്. നല്ല റിസൾട്ടാണ്, നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഈ പെഡിക്യൂർ ചെയ്യുന്നവരോട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. അതിനു മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഓൺ ടു ബാങ്ക. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. പെഡിക്യൂറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫുഡ് സോക്കിംഗ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് വാം വാട്ടറാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഒരു ഷാമ്പു എടുക്കാം. ഞാനിവിടെ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പുവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഷാമ്പൂ ആണോ ഉള്ളത് അത് കുറച്ച് വാം വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ലെമണാണ്. ഞാനിവിടെ ഒരു ലെമൺ ഫുൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 2 ലെമണിനെ ഇതിലോട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കാം. പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് ആ ലെമണിൻ്റെ ആ തോടില്ലേ, നാരങ്ങയുടെ തോട് അതിൽ തന്നെ ഇട്ടേക്കാം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ വാം വാട്ടറിനെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മളെപ്പോഴും വെള്ളം എടുക്കുമ്പോൾ 2 കാൽപാദവും മുങ്ങുന്ന രീതിയിലാണ് വെള്ളം എടുക്കുക. പിന്നെ ഒരു കാര്യം, ഒരുപാട് ചൂടും പാടില്ല, ഒരുപാട് തണുപ്പും പാടില്ല. വാം വാട്ടർ അത് ഒരു ഇളം ചൂടെന്ന രീതിയിൽ നമുക്ക് കാലൊക്കെ മുക്കി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ അതെടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് 2 കാലും എടുത്ത് ഈ വാം വാട്ടറിലോട്ടൊന്ന് മുക്കി വയ്ക്കാം. ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെയെങ്കിലും നമ്മളിത് മുക്കി വയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ മുക്കി വയ്ക്കുന്ന സമയത്ത് തന്നെയാണ് നമുക്കിനി വേറെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഞാനത് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ പെഡിക്യൂർ ചെയ്യും മുമ്പ് നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്താൽ മാത്രമേ നമ്മുടെ നെയിലിൻ്റെ അവിടെയൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലെൻസ് ആവത്തുള്ളൂ. നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കാലിലുള്ള ഡേർട്ട് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറി നല്ല ക്ലീൻ ആവുകയും അതുപോലെ തന്നെ നമ്മൾ ഷാമ്പു ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നല്ലോ, അതുകൊണ്ട് നല്ല ഒരു സോഫ്റ്റ്നെസ് നമ്മുടെ കാലിന് ഫീൽ ചെയ്യും. പിന്നെ നമ്മളിതിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ മാറാൻ സഹായിക്കും. ഇനി നമുക്ക് ഈ നമ്മളിതിൽ ഇട്ടിട്ടുള്ള ആ ലെമണിൻ്റെ തോടെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാലൊന്ന് മസാജ് ചെയ്തെടുക്കാം. ആ ലെമണിൻ്റെ തോട് വെച്ചിട്ട് തന്നെ കാല് ഫുള്ള്, അതായത് മുകളിലും ഉപ്പുറ്റിയുടെ ആ സൈഡിലും ഒക്കെ നല്ല രീതിയിൽ റൗണ്ടിലൊന്ന് മസാജ് ചെയ്തെടുക്കാം. ജെൻറ്റിലായിട്ട് വേണം മസാജ് ചെയ്യാൻ. ഞാനിത് സ്പീഡിൽ വീഡിയോ ചെയ്ത് ഇട്ടേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യുന്നതായിട്ട് തോന്നും. ജെൻറ്റിലി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്കവർക്കും കാലിൻ്റെ ഈ ആങ്കിൾ റീജിയൻ, അതായത് കാൽ കണ്ണെന്നൊക്കെ പറയും, അവിടെയൊക്കെയാണ് ഒത്തിരി കറുപ്പുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ നെയിൽസിൻ്റെ അവിടെ, നെയിലിൻ്റെ 4 സൈഡും നെയിലിലൊക്കെ ഒന്ന് ഈ നാരങ്ങയുടെ തോട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാലിലെ ബ്ലഡ് സർക്കുലേഷൻ നല്ല ഇമ്പ്രൂവ് ആവുകയും സ്കിന്നൊക്കെ നല്ലൊരു വ്യത്യാസം നമുക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ ചെയ്യുന്നതിലൂടെ. പ്രത്യേകിച്ച് ലെമണൊക്കെ കൂടെ ആകുമ്പോൾ ജസ്റ്റ് ഒരു ബ്രൈറ്റ്നസ് ഫീലും കൂടെ കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് കാലൊക്കെ വെള്ളത്തിൽ മുക്കി വയ്ക്കാം വീണ്ടും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവും. കാൽപാദങ്ങളൊക്കെ നല്ല റിലാക്സ് ആവും. ഇപ്പോൾ നല്ല ഏകദേശം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. കാലിൻ്റെ ആ ഏരിയയൊക്കെ, കാൽപാദങ്ങളും നെയിലൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. കുറച്ച് നേരം നമുക്കിനി വെള്ളത്തിൽ മുക്കി വെച്ചേക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെയിൽ കട്ടിംഗ് ആണ്. നെയിൽ കട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ നഖത്തിൻ്റെ ഇടയിലുള്ള ഈ അഴുക്കുകൾ, അതായത് ക്യൂട്ടിക്കിൾസ് എന്ന് പറയും, അതൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. നെയിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നുകിൽ ഒരു ഷെയ്പ്പിന് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കാലൊക്കെ വീണ്ടും അതൊക്കെ അവിടെ ഇരുന്നിട്ട് ഒരുമാതിരി ഒരു ഭംഗി ഉണ്ടാവത്തില്ല. കട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ ഒക്കെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയും നേരം വെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നെയിൽസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യാനും ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് സോക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കഷ്ടമായിരിക്കും. നെയിലൊക്കെ ഹാർഡായിട്ടിരിക്കും. ഇപ്പം നമ്മുടെ നെയിൽസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സോ കട്ട് ചെയ്യാനൊക്കെ ഈസിയാണ്. അപ്പം നന്നായിട്ടൊന്ന് ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലുള്ള ക്യൂട്ടിക്കിൾസിന് അഴുക്കൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് എന്തെങ്കിലും ഈ ഷാർപ്പ് ഒരു വേദനിപ്പിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നെയിൽ കട്ടറിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഈ സൈഡിലുള്ള ക്യൂട്ടിക്കിൾസൊക്കെ ഒന്ന് എടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം വാട്ടറിൽ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് കോൾഗേറ്റിൻ്റെ പേസ്റ്റും ആപ്പിൾ സിഡർ വിനേഗറുമാണ്. അപ്പം ഇത് രണ്ടും കൂടെ ആവശ്യത്തിന് 2 കാലിന്
ഫുൾ ഇടണം, അതായത് കാൽപാദം ഫുൾ ഇടുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ എടുക്കുക. കുറച്ച് ആപ്പിൾ സിഡർ വിനെഗർ കൂടി ഇട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം പേസ്റ്റ് എടുക്കുമ്പോൾ ഏതെങ്കിലും വൈറ്റ് പേസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഈ റെഡ് കളറിലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഏതെങ്കിലും വൈറ്റ് കളർ കോൾഗേറ്റ് ഇതുപോലെ ഏതെങ്കിലും പേസ്റ്റ് എടുക്കുക. പേസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസിങ് ഏജൻറ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാലിനൊക്കെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കാലിൽ ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് ഫുള്ളൊന്ന് കാൽപാദത്തിലെല്ലാം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒരു കാലൊക്കെ ക്ലീൻ ചെയ്യുന്ന രീതിയിലുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. എൻ്റെ കയ്യിൽ അതില്ലാഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ടൂത്ത് ബ്രഷ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കാലിൻ്റെ നഖമെല്ലാം നന്നായിട്ടൊന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പം കാലിലുള്ള ഡേർട്ടൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലീൻ ചെയ്തതാണ്, എന്നാലും അതിലും പോകാത്ത ഡേർട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഫുൾ മാറും. അപ്പോൾ നന്നായിട്ടൊന്ന് ജെൻറ്റിലായിട്ടൊന്ന് ഒരു മസാജല്ല, ഫുള്ളൊന്ന് റബ്ബ് ചെയ്തെടുക്കുക. സർക്കുലർ മോഷനിൽ എല്ലായിടവും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. രണ്ട് കാലും സർക്കുലർ മോഷനിൽ എല്ലായിടവും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു കൂളിംഗ് ഏജൻറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെയൊക്കെ സ്കിൻ ലൈറ്റൻ ചെയ്യാൻ സഹായിക്കും. നല്ലൊരു വൈറ്റനിങ് ഫീല് തരുന്നുണ്ട് നമ്മൾ കോൾഗേറ്റ് യൂസ് ചെയ്യുമ്പം. അതുപോലെ തന്നെ നല്ലൊരു ക്ലെൻസറും കൂടെയാണ് കോൾഗേറ്റ്. അടുത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആപ്പിൾ സിഡർ വിനെഗർ എന്ന് പറയുന്നത് നമ്മുടെ കാലിൽ, അതായത് കാൽപാദത്തിലോ നഖത്തിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലത് സഹായിക്കും. അതുപോലെ തന്നെ കാലിൻ്റെ പാദം നല്ല രീതിയിൽ സോഫ്റ്റ് ആകാനും നമ്മുടെ ഡെഡ് സ്കിൻസൊക്കെ മാറാനും ചിലർക്ക് കാലിൻ്റെ ഉപ്പിറ്റിലൊക്കെ നല്ലൊരു വിള്ളലൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ ആപ്പിൾ സിഡർ വിനെഗർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളതും കൂടെയാണ്. പ്ലസ് നല്ലൊരു ബ്രൈറ്റനിങ് ഏജൻറ്റ് കൂടെയാണ് ആപ്പിൾ സിഡർ വിനെഗർ. വളരെ ജെൻറ്റിലായിട്ട് സർക്കുലർ മോഷനിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക. കാലിൻ്റെ ആ ഒരു കാൽക്കണ്ണ്, ഉപ്പിറ്റി അവിടെയൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ നഖത്തിൻ്റെ ആ ഏരിയയിലും നഖത്തിൻ്റെ ഇടയിൽ, കാലിൻ്റെ ആ വിരലിൻ്റെ ഒക്കെ ഇടയിലൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ആപ്പിൾ സിഡർ വിനെഗർ കയ്യിലില്ലാത്തവരാണെങ്കിൽ ലെമൺ ആഡ് ചെയ്യാം. ലെമണും നല്ലൊരു ഏകദേശം ഇതുപോലെ തന്നെയാണ്, നല്ലൊരു ഹീലിംഗ് ഏജൻറ്റുമാണ്, നല്ല ബ്രൈറ്റനിങ് ഫീൽ കൊടുക്കുന്ന ഒന്നാണ്. ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനും ഡെഡ് സ്കിന്നൊക്കെ മാറാനും ലെമൺ സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലെമണാണെന്നുള്ളതെങ്കിൽ ലെമൺ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ചിലർ ബേക്കിംഗ് സോഡ എടുക്കും, അതാണെങ്കിലും പ്രശ്നമില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആപ്പിൾ സിഡർ വിനെഗർ ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നേ ഉള്ളൂ. ഇത് നല്ലൊരു എഫക്റ്റ് കൊടുക്കുന്ന, അതായത് സ്കിന്നിന് നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒന്നാണ് ആപ്പിൾ സിഡർ വിനെഗർ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതനുസരിച്ച് യൂസ് ചെയ്യുക. പെഡിക്യൂർ എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്നും ചെയ്യേണ്ടതോ വീക്ക്ലി വൺസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മാസത്തിൽ 2 ടൈം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്താൽ മതി. ആ ചെയ്യുന്നതിലൂടെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. കാലൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആവാൻ സഹായിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേറ്റ് ആണ്. നമ്മുടെ ഫീറ്റ് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്ന ഷുഗർ, കോഫി പൗഡർ, അതായത് ബ്രൂവിൻ്റെ ചെറിയ 2 പാക്കറ്റ്, കുറച്ച് ലെമൺ, ഇത് 3ഉം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് ഞാനിവിടെ എക്സ്ഫോളിയേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല ബെസ്റ്റ് എക്സ്ഫോളിയേറ്ററാണ്. ഷുഗറൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് ഒരു സ്ക്രബിങ് നല്ലൊരു സ്ക്രബ് ഫീൽ ഉണ്ടാകും. അപ്പോൾ നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് കാലിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാലിൻ്റെ പാദമൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കാൽപാദത്തിലൊക്കെ ഒത്തിരി ഡെഡ് സ്കിൻസൊക്കെ ഉണ്ടാവും. കാലിനും എപ്പോഴും നമ്മൾ ഫേസ് പോലെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റിയൊന്നല്ലല്ലോ കാൽ. എപ്പോഴും അത്ര കോൺസെൻട്രേഷൻ നമുക്ക് കാലിന് കൊടുക്കാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ നിറയെ ഡെഡ് സ്കിൻസും ഡേർട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ കാലിലുള്ള ഡെഡ് സ്കിൻസൊക്കെ നല്ല രീതിയിൽ മാറുകയും കാല് നല്ല സോഫ്റ്റ് ആവാനും സഹായിക്കും. ഇപ്പം നമുക്ക് കാലിൽ ഈ പാക്കൊന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ഇതുപോലൊരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. സ്ക്രബ്ബർ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കൈ വെച്ചിട്ട് മസാജ് ചെയ്താലും മതി. ഞാനിവിടെ ഈ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പം ഫേസിലാണെങ്കിലും കാലിലാണെങ്കിലും എന്ത് ചെയ്യുമ്പോഴും വളരെയധികം ജെൻറ്റിലായിട്ട് വേണം ചെയ്യാൻ. ഒത്തിരി ഫോഴ്സായിട്ട് ചെയ്യാൻ പാടില്ല. നല്ല സ്ലോയിൽ വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ അത് സ്കിൻ ഇറിറ്റേറ്റ് ആവാൻ കാരണമാകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാലിൻ്റെ ഉപ്പിറ്റി, കണ്ണ്, കാലിൻ്റെ ചുറ്റുമൊക്കെ നല്ല രീതിയിലൊന്ന് ഈ സ്ക്രബ്ബർ വെച്ചൊന്ന് മസാജ് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാലെല്ലാം വാഷ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പാക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പാക്കിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടിയും മുൾട്ടാണി മിട്ടിയും ആപ്പിൾ സിഡർ വിനേഗറുമാണ്. ഇതും കൂടെ മൂന്നും കൂടെ നമ്മൾ 2 കാലിനും ആവശ്യമായിട്ടുള്ള രീതിയിൽ, ഇപ്പോൾ 2 കാലിന് ഇത്രയും മതിയാവും, ഇത് അധികമാണ് എന്നാലും ആവശ്യത്തിന് എടുക്കുക. എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. എത്രത്തോളം ഇപ്പോൾ ആപ്പിൾ സിഡർ വിനേഗർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് ലെമൺ യൂസ് ചെയ്യാം. ഇതിൽ ആപ്പിൾ സിഡർ വിനേഗർ തന്നെ ആഡ് ചെയ്യണമെന്നില്ല. ഇത് കുറച്ചും കൂടെ എഫക്റ്റീവ് റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ആപ്പിൾ സിഡർ വിനേഗർ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ലെമൺ ആഡ് ചെയ്യാം, ഇനി വാട്ടർ സാധാരണ പച്ചവെള്ളമാണെങ്കിൽ കൂടെ ആഡ് ചെയ്യാം. ഇത് മൂന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് വരെ നമ്മൾ കാലിലിട്ടിരിക്കണം. അരിപ്പൊടി ഇടുന്നതുകൊണ്ട് നമ്മുടെ കാലിലുള്ള സൺ ടാൻ അതുപോലെ തന്നെ എന്താ ബേണൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റനിങ് ഫീല് കിട്ടാനും ഈ അരിപ്പൊടി വളരെയധികം സഹായിക്കും. മുൾട്ടാണി മിട്ടി അതുപോലെ തന്നെയാണ്, നല്ലൊരു കൂളിംഗ് ഏജൻറ്റ് കൂടെയാണ്. ആപ്പിൾ സിഡർ വിനേഗർ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതേ പ്രോപ്പർട്ടീസൊക്കെ തന്നെയാണ്. ഈ പാക്ക് നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു തണുത്തൊരു ഫീലാണ്. ഇതിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം. ഒരു 20 നിമിഷം ഇട്ടിട്ട് വേണം വാഷ് ചെയ്യാൻ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസിങ് ആണ്. നിങ്ങളുടെ ഏതാണ് മോയ്സ്ചറൈസറാണോ ഉള്ളത് ആ ഒരു മോയ്സ്ചറൈസർ എടുത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.